നമസ്കാരം, ഞാൻ സുനിൽ കെ ടി. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ എന്നുള്ളതും ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ഗതാഗത കുരുക്ക് എന്നുള്ളതും ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം യുദ്ധമുഖം എന്നുള്ളതും ഒഴിച്ചുകൂടാനാവാത്ത സംഗതികളാണ്. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പ്രശ്നങ്ങൾ എന്നുള്ളതും ഒഴിച്ചുകൂടാനാവാത്ത സംഗതിയാണ്. എന്നാൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും ഉത്കണ്ഠ ഉണ്ടാവുകയും അല്ലെങ്കിൽ പരിഭ്രാന്തരാവുകയും കൃത്യമായ പ്രശ്നപരിഹാരം എന്ത് എന്ന് അറിയാത്ത അവസ്ഥ വരികയും ചെയ്യുന്നു. ആദ്യമായി വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവർ ഗതാഗത കുരുക്കിൽപ്പെട്ടതുപോലെ യുദ്ധമുഖത്ത് ആദ്യമായി ഉപയോഗിക്കാൻ അറിയാത്ത ഒരു ഉപകരണം കയ്യിൽ കിട്ടിയ പട്ടാളക്കാരൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ കാര്യമായി പഠിക്കാത്ത ഒരു കുട്ടി പരീക്ഷയെ അഭിമുഖീകരിക്കേണ്ട അവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള തലങ്ങളിലെല്ലാം പരമാവധി ഉത്കണ്ഠയെ കുറച്ചുകൊണ്ട് വളരെ സ്റ്റേബിൾ മൈൻഡോട് കൂടിയിട്ട് പ്രശ്നപരിഹാരത്തിലേക്ക് എത്താനുള്ള ഒരേ ഒരു മാർഗം മുമ്പേ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പരീക്ഷാ സമയമല്ലാത്തപ്പോൾ മനസ്സ് വളരെ സ്വസ്ഥവും സന്തോഷവുമായിരിക്കുന്ന സമയത്ത് പരമാവധി പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു വിദ്യാർത്ഥി ചെയ്തിരിക്കേണ്ട കടമയെങ്കിൽ, യുദ്ധമുഖത്തേക്ക് പോകേണ്ട പട്ടാളക്കാരൻ യുദ്ധമൊന്നുമില്ലാതിരിക്കുന്ന സമയത്ത് തന്നെ യുദ്ധോപകരണങ്ങളെ നന്നായി ഉപയോഗിക്കാൻ പരിശീലിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ഒരു തിരക്കുമില്ലാത്ത അല്ലെങ്കിൽ ഒരു തുറസ്സായ ഗ്രൗണ്ടിലിട്ട് ഈ ഡ്രൈവിങ്ങിൻ്റെ സ്കില്ലുകളെല്ലാം പരിശീലിക്കുക. എന്നിട്ട് ഗതാഗത കുരുക്ക് വരുമ്പോൾ ആ സ്കില്ലുകളെ അവിടെ ഉപയോഗപ്പെടുത്തുക. ഇതുപോലെ തന്നെ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിൻ്റെ ആ ഒരു പ്രാക്ടീസ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ മനസ്സ് വളരെ സ്വസ്ഥമായിരിക്കുമ്പോൾ പരിശീലിക്കുക. അതിനുശേഷം പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പരിശീലിച്ചത് അവിടെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഉത്കണ്ഠയും പരിഭ്രാന്തിയും കുറച്ച് പ്രശ്നങ്ങളെ നേരിടുവാനുള്ള ഏറ്റവും നല്ല മാർഗം. നന്ദി, നമസ്കാരം.